ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ക്രിസ്മസ് എക്സാം ആൻസർ കീ ആണ്. 8ാം ക്ലാസ്സിലെ മാത്സ് ക്രിസ്മസ് എക്സാം ഇപ്പോൾ കഴിഞ്ഞ ഹാഫ് ഇയർലി എക്സാമിൻ്റെ ആൻസർ കീ ആണിത്. ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. മലയാളം മീഡിയത്തിൻ്റെ ആൻസർ കീയും നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ അവൈലബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്ത് വെക്കുക. പിന്നെ ക്ലാസ് കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് 4 subtracted from 5 times of a number gives 6. What is the number? Answer 2 ആണ്. 2. Which of the following is -2 as the answer? Answer option D 5 - 7. Next, find the missing number in the given table. ടേബിളിലെ മിസ്സിംഗ് നമ്പർ ഏതാണെന്നാണ് ചോദ്യം. മൂന്നാമത്തതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 16. ഇനി ഫോർത്ത്, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1, ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ കോഡ് പാസസ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. സ്റ്റേറ്റ്മെൻറ്റ് 2, എനി പോയിന്റ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം ദി എൻഡ് പോയിന്റ്സ് ഓഫ് എ ലൈൻ ലൈസ് ഓൺ ഇറ്റ്സ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ 4C ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് നോട്ട് ചെയ്യാം. ഫസ്റ്റത്തെ ഓപ്ഷൻ ബി 2, രണ്ടാമത്തെ ഓപ്ഷൻ ഡി 5 - 7, മൂന്നാമത് ഡി 16, ഫോർത്ത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ബോട്ട് 2 bags and 3 umbrellas for 2300 rupees. The price of 3 umbrella is 900 rupees. What is the price of an umbrella? അപ്പോൾ ഒരു അംബ്രല്ലയുടെ പ്രൈസ് എത്രയാ? വാട്ട് ഇസ് ദ പ്രൈസ് ഓഫ് എ ബാഗ്? ഒരു ബാഗിൻ്റെ പ്രൈസ് എത്രയാ? അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരം നമുക്ക് ആദ്യം നോക്കാം. ഫിഫ്ത്തിൻ്റെ ഉത്തരം വരുന്നത് പ്രൈസ് ഓഫ് എൻ അംബ്രല്ല എന്ന് പറയുമ്പോൾ ഒരു 3 അംബ്രല്ലയ്ക്കാണല്ലോ 900 rupees. അപ്പം 900/3 ചെയ്ത് കഴിഞ്ഞാൽ ഒരു അംബ്രല്ലയുടെ കിട്ടും കേട്ടോ, 300 രൂപയാണ്. ഇനി രണ്ടാമത് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ ബാഗ് ആണ്. ബാഗിൻ്റെ പ്രൈസ്. അപ്പോൾ നമുക്കിവിടെ അംബ്രല്ല 3 എണ്ണത്തിന് 900 ആണല്ലോ. അപ്പോൾ ടോട്ടൽ 2300 ആ 900 മൈനസ് ചെയ്താൽ നമുക്ക് 1400 കിട്ടും. 1400 ആണ് 2 ബാഗിൻ്റെ വില. അപ്പോൾ ഒരു ബാഗിന് എത്രയായിരിക്കും? 1400/2 ചെയ്യുക, 700 ആൻസർ വരും. ഇനി നമുക്ക് അടുത്തത് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നമ്പർ ഇട്ടിട്ടില്ല. 6ാമത്തതിൻ്റെ ആൻസർ ആണ് പറയുന്നത്. 6ാമത്തെ ചോദ്യം എന്തായിരുന്നു? ഡ്രോ ആൻ ആംഗിൾ ഓഫ് 32.5 degree ആണ്. 32.5 കേട്ടോ. 32.5 നമ്മൾ മാറ്റുമ്പോഴാണ് ഈ 65 വരുന്നത്. 32.5 നമ്മൾ ഒന്നും കൂടി ചെയ്യുമ്പോൾ നമുക്ക് 65 ആണ് വരിക. അപ്പോൾ ഫോർ ഡ്രോയിങ് 65 degree ആയിട്ട് നമ്മളിത് വരയ്ക്കുകയാണ്. എന്നിട്ട് അതിനെ 32.5ലേക്ക് നിങ്ങൾ ആർക്ക് മാർക്ക് ചെയ്താൽ മതി. ഇതുപോലെയാണ് ഫിഗർ വരിക കേട്ടോ. മാർക്ക് ചെയ്ത് നോട്ട് ചെയ്തെടുത്തോളൂ. ഫിഗർ ഇതാണ്, ഇതുപോലെ വരും ഫിഗർ. നമുക്ക് ഇവിടെ ഒരു ആർക്ക്, ഇവിടെ ഒരു ആർക്ക് വരും. രണ്ടും കൂടി ജോയിൻ ചെയ്യുന്നിടത്താണ് ഈ വര വരുന്നത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 7/25. 7/25ൻ്റെ ഡെസിമൽ ഫോമാണ് എഴുതേണ്ടത്. അപ്പം നമുക്ക് 7/25യുടെ ഡെസിമൽ എന്ന് പറയുമ്പോൾ 7നെയും 25നെയും നമ്മൾ ഒരു നമ്പർ വെച്ച് ഇൻറ്റു ചെയ്തു. അപ്പോൾ 28/100 വരികയാണ്. 4 വെച്ച് 2നെ ഇൻറ്റു ചെയ്യുമ്പോൾ 28/100 വന്നു. അപ്പോൾ നമ്മളത് 0.28 ആൻസർ ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 7/25 വെച്ചിട്ട് ഇത് ചെയ്യാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 25 എന്ന് പറയുമ്പോൾ നമുക്ക് 2 times 50 പോവുള്ളൂ, അല്ലെങ്കിൽ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇനി നമുക്ക് ഇങ്ങനെ വരും, ഒരു 0യും കൂടി വരും, 8 വരും, 200 കണ്ടോ, 0.28 വരുന്നുണ്ട്. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നില്ല, ഈ ഒരെണ്ണം മതി കേട്ടോ. രണ്ടും ചെയ്യണതിനേക്കാളും ബെറ്റർ ഇത് വേണ്ട കേട്ടോ. നിങ്ങളിത് നോക്കണ്ട, ഇത് മാത്രം ചെയ്താൽ മതി. ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അല്ലെങ്കിൽ ഞാൻ ഈ ഡിവൈഡ് ചെയ്ത പോലെ ചെയ്യുക. 8, there are 20 questions in a test. Each correct answer gets 2 marks. For each wrong answer, 1 mark is subtracted. A person answers all questions but only 5 of them are correct. How much mark he get? 8ാമത്തെ നമ്പർ ഓഫ് കറക്റ്റ്ലി ആൻസർഡ് ക്വസ്റ്റ്യൻ 5 ആണ്. നമ്പർ ഓഫ് റോങ്ലി ആൻസർഡ് ക്വസ്റ്റ്യൻസ് 15 ആണ്. ടോട്ടൽ മാർക്ക് 5 × 2
കറക്റ്റായിട്ടുള്ളതിന് 5 × 2 - 15 × 1 ചെയ്യുക. അപ്പോൾ 10 - 15 -5 കിട്ടും. അടുത്തത് നമുക്ക് സെക്ഷൻ സിയിൽ 9, 10, 11, 12 ഉണ്ട്. അതിൽ 9ാമത്തെ ചോദ്യമാണ് ആദ്യം പറയാൻ പോകുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ ലൈൻ എ ബി ഈസ് ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ 2:3:5 ബൈ ദ പോയിന്റ്സ് പി ആൻഡ് ക്യൂ. ക്യൂ ബി 15 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് ഇത് വരെയുള്ള ദൂരം കേട്ടോ. ക്യൂന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് എ പി? എ പിയുടെ ലെങ്ത് എത്രയാ? വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് പി ക്യൂ? പി ക്യൂയുടെ ലെങ്ത് എത്രയാ? രണ്ടാമത് ഇഫ് ക്യൂ ബി 30 സെൻറ്റിമീറ്റേഴ്സ് വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് എ പി? ഇത്രയും കാണണം. അപ്പോൾ 9ാമത്തെ ചോദ്യം നോക്കാം. 9ാമത്തതിൻ്റെ ആൻസർ വരുന്നത് മൊത്തം എ ബി ആദ്യം കാണുക. എ ബി ടോട്ടലായിട്ട് വരുമ്പോൾ 15 × 10/5 ചെയ്യുക. അപ്പോൾ നമുക്ക് 30 സെൻറ്റിമീറ്റർ കിട്ടും. ദെൻ എ പി കാണുക. എ പി 30 × 2/10 ചെയ്യുക. റേഷ്യോ ആണ് കേട്ടോ 2. 30 × 2/10 ചെയ്യുമ്പോൾ നമുക്ക് 6 വരും. പി ക്യൂ 30 × 3/10 ചെയ്യുമ്പോൾ 9 വരും. എ പി എന്ന് പറയുന്നത് 2 × 6 12 സെൻറ്റിമീറ്റർ വരും. ഇനി 10ാമത്തെ ചോദ്യം 10A. പ്രൂവ് ദാറ്റ് ദ കോഡ്സ് ഓഫ് എ സർക്കിൾ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസസ് ഫ്രം ദ സെൻറ്റർ ഹാവ് ഈക്വൽ ലെങ്ത്. ഓർ പ്രൂവ് ദാറ്റ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട്സ് എ കോഡ്. അപ്പോൾ 10Aയുടെ ഉത്തരം നമുക്ക് ആദ്യം നോക്കാം. 10Aയുടെ ഫിഗർ വരുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് ഫിഗർ കേട്ടോ. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഇൻ ദ ഫിഗർ O is the center of the circle and AB and CD are two chords. Draw a line OP perpendicular to AB and a line OQ perpendicular to CD. OP equal to OQ ആണ്. OP equal to OQ. Also AP equal to BP. CQ is equal to DQ. Perpendicular from the center of a circle to the chord bisects the chord. OA equal to OC ആണ്. Radii of a circle are equal. In right triangle OPA, AP square equal to OA square minus OP square. In right triangle OQC, CQ square equal to OC square minus OQ square. That is equal to OA square minus OP square equal to AP square ആണ്. AP equal to CQ അതെന്തെന്ന് വരും? 2 × AP. അപ്പോൾ 2 that is equal to 2 × CQ ആണ്. അപ്പോൾ AB equal to CD എന്ന് വരും. ഇതാണ് ഇതിൻ്റെ പ്രൂഫ് വരുന്നത്. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ ആണ്. ഓറാണ് കേട്ടോ. അതല്ലെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എല്ലാ ആൻസേഴ്സും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10Bയുടെ ഉത്തരം ഇൻ ഫിഗർ O is the center of circle and AB is the chord. ഡ്രോ എ ലൈൻ OP പെർപെൻഡിക്കുലർ ടു AB. ഇതുപോലെ OP ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ടുണ്ട്. ദെൻ ആംഗിൾ OPA ഈക്വൽ ടു ആംഗിൾ OPB 90 ഡിഗ്രി ആണ്. OA ഈക്വൽ ടു OB. റേഡിയസ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. ഇൻ റൈറ്റ് ട്രയാംഗിൾ OPA AP സ്ക്വയർ ഈക്വൽ ടു OA സ്ക്വയർ മൈനസ് OP സ്ക്വയർ. ഇത് മൈനസ് ആണ്, ഇത് O ആണ് കേട്ടോ. In right triangle OPB, BP square equal to OP square minus BP square equal to OB square minus OP square ആണത്. That is equal to OA square minus OP square equal to AP square എന്ന് വരും. Therefore AP equal to BP. 10B കഴിഞ്ഞാൽ അടുത്തത് 11. ഡ്രോ എ റോംബസ് ഓഫ് ഡയഗണൽ 7 സെൻറ്റിമീറ്റർ 5.5 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് സൈഡ് 7 സെൻറ്റിമീറ്റർ. ഇത് സൈഡാണ്. സൈഡ് 7 സെൻറ്റിമീറ്റർ ആൻഡ് 5.5 ഒരു റെക്ടാംഗിൾ വരയ്ക്കുക. ഇതുപോലെ കേട്ടോ. 5.5 ഈ ഭാഗത്ത്, 7 ഇവിടെയും. ഫോർ ജോയിനിങ് ദ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്യുക ഓപ്പോസിറ്റ് സൈഡ്സ് ഫോർ കംപ്ലീറ്റിംഗ് ദ റോംബസ്. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക? റോംബസ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ വരും ഫിഗർ കേട്ടോ. ഇനി 12ാമത്തെ ചോദ്യമാണ്. 12Aയും Bയും ഉണ്ട്. അതിൽ A ആണ് പറയുന്നത്. ഇൻ ദ ഫിഗർ AB ഈക്വൽ ടു AC ഈക്വൽ ടു 4 സെൻറ്റിമീറ്റേഴ്സ്, BC ഈക്വൽ ടു 7 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് AD ഈസ് പെർപെൻഡിക്കുലർ ടു BC. ആംഗിൾ B ഈക്വൽ ടു 30 ഡിഗ്രി ആണ്. വാട്ട് ഇസ് ആംഗിൾ C എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ C എത്രയാണ്? 30 ഡിഗ്രി ആണ് കേട്ടോ. ഇനി 2 BD ഈക്വൽ ടു BD എന്താണ്? 7/2 3.5 സെൻറ്റിമീറ്റർ വരും. തേർഡ് ക്വസ്റ്റ്യൻ ആംഗിൾ BAD ആണ്. ആംഗിൾ BAD കാണാൻ 180 മൈനസ് 90 പ്ലസ് 30 ചെയ്യുക. 90 ഇവിടെ 90 ഡിഗ്രി ആണെന്ന് അറിയാലോ, ഇവിടെ 30 ഡിഗ്രിയുമാണ്. അപ്പോൾ ഈ 90യും 30യും കൂടിയിട്ട് നിങ്ങൾ പ്ലസ് ചെയ്യുക, എന്നിട്ട് 180 നിന്ന് കുറയ്ക്കുക. അപ്പോൾ 60 ഡിഗ്രിയിൽ നിന്ന് കിട്ടും. അതാണ് ഈ മേലെ കാണിച്ചിരിക്കുന്ന 60 ഡിഗ്രി. ഇനി 12ന്റെ B ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ്. ഇതിലൊരു കോഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട് ABCD. AB ഈക്വൽ ടു CD ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആണ്. AD ഈക്വൽ ടു BC ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ആംഗിൾ CDB ഈക്വൽ ടു 60 ഡിഗ്രി. ആംഗിൾ CBD ഈക്വൽ ടു 70 ഡിഗ്രി. First question are the angles of triangle ABD and triangle BCD equal? Why? Write all the angles of triangle ABD.
12 ബിയുടെ ഫസ്റ്റത്തെ ആൻസർ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾസ് എ ബി ഡി ആൻഡ് ബി സി ഡി ആർ ഈക്വൽ ബിക്കോസ് ദേ ആർ ഈക്വൽ ട്രയാങ്കിൾസ്. എ ബിയും സി ഡിയും ഈക്വൽ ആണ്, എ ഡിയും ബി സിയും ഈക്വൽ ആണ്, ബി ഡി ഈക്വൽ ടു ബി ഡി, അത് ഒറ്റ ആംഗിൾ ആണ്, ഒരു ഡയഗണൽ ആയതുകൊണ്ട് കേട്ടോ. ഇനി രണ്ടാമത്തതിൻ്റെ ആംഗിൾ എ 50 ഡിഗ്രി ആണ്, കണ്ടല്ലോ. ആംഗിൾ എ ബി ഡി 60 ഡിഗ്രി ആണ്, ആംഗിൾ എ ഡി ബി 70 ഡിഗ്രിയും. ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഇനി 13 ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് 2 sides 4 centimeters and 6 centimeters. ആംഗിൾ ബിറ്റ്വീൻ ദീസ് സൈഡ്സ് 55 ഡിഗ്രി. ഡ്രോ ഇറ്റ് സർക്കിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 13 ഫോർ ഡ്രോയിങ് ദ ട്രയാങ്കിൾസ് ഇൻ ദ ഗിവൺ മെഷർമെന്റ്സ്, ഫോർ ഡ്രോയിങ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദ സൈഡ്സ്, for drawing the circle with radius as the distance between a vertex and the point of intersection of the perpendicular bisectors of the sides. അപ്പോൾ നമുക്ക് ഇതുപോലെ വേണം വരയ്ക്കണമെങ്കിൽ 55 ഡിഗ്രി അവർ തന്നിട്ടുണ്ട്. പിന്നെ ഒരു 6 സെൻറ്റിമീറ്ററിലും 4 സെൻറ്റിമീറ്ററിലും നമുക്ക് സൈഡ്സും തന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ ആർക്ക് കട്ട് ചെയ്യുക, ഇൻ്റർസെക്റ്റ് ചെയ്യണ പോലെ ജോയിൻ ചെയ്യുക കേട്ടോ. ഇനി 14 അപ്പു ഈസ് 14 എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ട്. 14 എ ആണ്. അപ്പു ഈസ് 5 years older than അമ്മു. നെക്സ്റ്റ് ഇയർ അപ്പൂസ് ഏജ് വിൽ ബി ട്വൈസ് ദാറ്റ് ഓഫ് അമ്മൂസ് ഏജ്. അപ്പോൾ അമ്മുവിൻ്റെ ഏജ് ഇപ്പോൾ എക്സും അപ്പുവിൻ്റെ ഏജ് x+5 ആണ്. ഇനി ഒരു വർഷം കഴിഞ്ഞാൽ എത്രയാവുമെന്ന് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഒരു ഓർ ക്വസ്റ്റ്യനും ഉണ്ട് കേട്ടോ. നമുക്ക് ആദ്യം 14 എ നോക്കാം. 14 എ അമ്മുവിൻ്റെ ഏജ് എക്സും അടുത്ത വർഷം x+1 ആയിട്ട് മാറും. അപ്പുവിൻ്റെ ഏജ് x+5, അടുത്ത വർഷം x+6 കേട്ടോ. അപ്പോൾ നമുക്ക് അവരുടെ വയസ്സുകളൊന്ന് കാണാം. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ബി x+6 = 2 × x+1. x+6 = ഈ 2x ഈ രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. 2x+2 വരും. എക്സും ഒരു ഗ്രൂപ്പ് ആക്കുക. അപ്പോൾ 2xും എക്സും മൈനസ് ആകുമ്പോൾ 3 വെറും x ആവും. 6ഉം 2 മൈനസ് ആകുമ്പോൾ 4 വരും. x = 4. അപ്പോൾ അമ്മുവിൻ്റെ ഏജ് x 4 കിട്ടി. അപ്പുവിൻ്റെ ഏജ് 4 + 5 9 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 14 ബി ആണ്. 14 ബിയുടെ ചോദ്യം എന്തായിരുന്നു? ഇതാണ് ക്വസ്റ്റ്യൻ. 60 സെൻറ്റിമീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു വയറാണ്. അതിനെ നമ്മളൊരു റെക്ടാങ്കിൾ ആക്കണു വളച്ചിട്ട്. വിത്ത് ദ ലെങ്ത് ഓഫ് 3 centimeters longer than twice of the breadth. വാട്ട് ഇസ് ദ സം ഓഫ് ലെങ്ത് ആൻഡ് ബ്രെത്ത്? അപ്പോൾ ലെങ്ത് ആൻഡ് ബ്രെത്തിൻ്റെ സം എത്രയാണെന്നും ഫോം ആൻഡ് ഇക്വേഷൻ ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെത്ത്. ഒരു ഇക്വേഷൻ ഫോം ചെയ്യുക. അപ്പോൾ നോക്കൂ, രണ്ടാമത്തെ ലെങ്ത്തും ബ്രെത്തും കൂട്ടുമ്പോൾ 60/2 30 സെൻറ്റിമീറ്റർ കിട്ടും. ബ്രെത്ത് x സെൻറ്റിമീറ്റർ, ലെങ്ത്ത് 2x + 3 ആണ്. ഇനി നമുക്ക് 2x + 3 + x 30 ആണ്. 3x + 3 30 വരും. അപ്പോൾ 3x 27 ആവും. എക്സിൻ്റെ വാല്യൂ x = 27ഉം 3ഉം ഡിവൈഡ് ചെയ്യുക, 9 വരും. x 9 കിട്ടി. അതായത് ബ്രെത്ത് 9 ആണ്, ലെങ്ത്ത് 2x ആയിരുന്നു. 2x + 3 അല്ലേ. അപ്പോൾ 2 × 9 18 + 3 21 വരും ലെങ്ത്ത്. ഇനി 15 ആണ്. 15 എയും ബിയും ഉണ്ട് കേട്ടോ. 15 എ blue and yellow colors are mixed in the ratio 2:3 to make a new color of 60 liters. To make the ratio 3:4 should more blue or yellow to be added. How many liters? അപ്പോൾ അതിൽ ഓർ ക്വസ്റ്റ്യൻ വരുന്നത് ബി ഇൻ ദ ഫിഗർ QS = 5 cm, SR = 15 cm ആണ്. വാട്ട് ഈസ് QS is to SR? 2. Write the ratio of areas of triangle PQS and triangle PSR. 3. The area of triangle is PQS is 10 square centimeters. What is the area of triangle PQR? 15 ഏടെ ഉത്തരം. അപ്പോൾ ബ്ലൂവിന് നമുക്ക് 2x കൊടുക്കുക, യെല്ലോ 3x കൊടുക്കുക. ടോട്ടൽ 60 ഉണ്ടല്ലോ. അപ്പോൾ 2x 3x 2x 3x കൂടിയിട്ട് ആദ്യം ആഡ് ചെയ്യുക, =60 എഴുതി കൊടുക്കുക. 3 2 എത്രയാണ്? 5 അല്ലേ. 3 + 2 5 ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? 5x നമ്മൾ കൊടുത്തിട്ടുണ്ട്. 5x 60 ആണ്. എക്സിനെ പുറത്തിടുക, 60ഉം 5ഉം ഡിവൈഡ് ചെയ്യുക. x = 60/5 12 ഉത്തരം വരും കേട്ടോ. നെക്സ്റ്റ് ബ്ലൂ നമുക്ക് 2x അല്ലേ. അപ്പോൾ 2 × പുട്ട് ചെയ്ത് കൊടുക്കുക ഈ 12നെ. 2 × 12 24. യെല്ലോ 3x ആണ്. അപ്പോൾ എക്സിൻ്റെ അവിടെ 3 × 12 കൊടുക്കുക, 36 ലിറ്ററും കിട്ടും. ഇനി 15 ബിയുടെ ആദ്യത്തെ ഉത്തരം വരുന്നത് QS is to SR = 5:15 ആണ്. അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. 5ൻ്റെ ടേബിളിലാണ് കേട്ടോ. 5 1 time, 15 3 times. അപ്പോൾ 1:3 വരും. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏരിയ ഓഫ് ട്രയാങ്കിൾ PQS = ഏരിയ ഓഫ് ട്രയാങ്കിൾ PSR ആണ്. That is equal to QS is to SR = 1:3 ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR = 4 × 10 40 square centimeter. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQS ഈസ് 1/4 ഓഫ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR ആണ്. 2. ഏരിയ ഓഫ് ട്രയാങ്കിൾ PQS is to ഏരിയ ഓഫ് ട്രയാങ്കിൾ PSR.
QS is to SR equal to 1:3. Area of triangle PQS x square centimeter. Area of triangle PSR 3x square centimeter. X എത്രയാ 10 square centimeter എന്ന് വരും. ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ കാണണം. ഇനി നമുക്ക് 4x ആണ് കാണേണ്ടത്. 4 × 10 40 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് വരും. 16ാമത്തെ ചോദ്യം, എ റെഗുലർ പോളിഗൺ ഹാസ് 10 sides, then what is the sum of its outer angle? Find the outer angle and inner angle at one vertex. 2. Name the polygon in which inner angles and outer angles are equal. 16ന്റെ ഉത്തരമാണ്. സം ഓഫ് ഔട്ടർ ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? 360 ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം, ഒരു ഔട്ടർ ആംഗിൾ കാണാൻ 360 എത്ര സൈഡ്സ്? 10 സൈഡ് ആണെങ്കിൽ 360/10 ചെയ്യുക, അപ്പോൾ 36 കിട്ടും, 36 ഡിഗ്രി. ഇന്നർ ആംഗിൾ കാണാൻ ഈ 180 36 മൈനസ് ചെയ്യുക, 144 ഡിഗ്രി കിട്ടും. ദെൻ മൂന്നാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഒന്നില്ലെങ്കിൽ റെക്ടാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയറിന് ആൻസർ വരും കേട്ടോ. തേർഡ്. അപ്പോൾ 16 ചോദ്യങ്ങളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. 16 ക്വസ്റ്റ്യൻസിൻ്റെയും ഉത്തരങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ സബ്ജക്ട്സിൻ്റെയും ആൻസർ കീ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ആ ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.